ഷോപ്പിങ്ങിന് പോവാ. നമ്മുടെ നാട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, എല്ലാം തീർന്നു. അപ്പോൾ അത് പോയി പർച്ചേസ് ചെയ്തിട്ട് വരാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഷോപ്പിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയാട്ടോ റോഡൊക്കെ കാണാനായിട്ട്. മരങ്ങൾ നല്ല രസമാണ് കാണാൻ. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് റൊമാനിലേക്ക് വന്നത്. അത് തൃശ്ശൂരുള്ളൊരു ഏജൻസിയാണ്, വിഷ്ണു ഡോക്ടറിൻ്റെയും അതുപോലെ തന്നെ ഗിരിനാഥ് ബ്രോ, ശ്രീനാഥ് ബ്രോ, എവിഗഡ് സൊല്യൂഷൻ എന്ന് പറയും ഏജൻസിയുടെ പേര്. അതുപോലെ തന്നെ ഇവർക്ക് തൃശ്ശൂർ ഓഫീസുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചതാണ്. വീട്ടിൽ പോയി അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോയി എല്ലാം കണ്ട് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചതാണ്. അപ്പം എല്ലാവർക്കും വിശ്വസിച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ഒരു ഗ്യാരണ്ടി ഇതാണ്. ഞാനിവിടെ വന്നു, അവർ വഴി വന്നു. കുറച്ച് സമയമെടുക്കും, പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും സേഫായിട്ട് നമുക്കിവിടെ വരും. ഇവിടെ വന്നാലും ബാക്കി കാര്യങ്ങൾ അവർ ചെയ്ത് തരികയും ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡ്, ഇവിടുത്തെ കാർഡാണത്. എനിക്ക് ബോസ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം 1-2 ദിവസത്തിനുള്ളിൽ അത് കിട്ടും. അപ്പോൾ എനിക്ക് തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോവാം. അപ്പം സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ആ കാർഡ് കാണിച്ചാൽ മതി. ആ കാർഡിനകത്തുനിന്ന് പേയ്മെൻറ്റ് വെക്കോളും. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഷോപ്പിംഗ് സിറ്റി, സിനിമ സിറ്റി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പൊളിയാണ്. കുറേ കാറുകളുടെ ഇടയ്ക്കാണ് ഗായ്സ്. ഇനി വെളിയിറങ്ങുന്നത് എങ്ങനെ? ഇപ്പോൾ ഒരു സിനിമ കാണണമെങ്കിലോ നമുക്ക് എല്ലായിടവും പോകണ്ട. ഇപ്പോൾ ഡ്രസ്സ് മേടിക്കണമെങ്കിലും സിനിമ കാണണമെങ്കിലും അങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഈ ഒരൊറ്റ സിറ്റിയിൽ വന്നാൽ മതി. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ടാറ്റു സെൻറ്റർ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം മാക്സിമം പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതോട്ട് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ആളുകളൊക്കെ ഒരുപാട് തിരക്കുണ്ട്, നല്ല തിരക്കുള്ള സമയം. ഇപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയം. ഇതൊരു മൊബൈൽ ഷോപ്പാണ്. മൊബൈൽസ് എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെയാണ്. പച്ചക്കറി വേണം, അതുപോലെ തന്നെ അരി അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ അതിനൊരു ഒരു ഇതുണ്ട്, ഒരു ട്രോളി പോലൊരു ബക്കറ്റ്, അപ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നത്. അപ്പോൾ അത് ആയിട്ട് വേണം പോകാൻ അങ്ങോട്ട്. സാധനങ്ങൾ എല്ലാം അതിനകത്തായിരിക്കും ഇടുന്നത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇങ്ങനെ സെക്ഷനായിട്ട് അടുക്കി വെച്ചിരിക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ നോക്കിയെടുക്കണം. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബോസ് അപ്പം മുന്നേ പോകുന്നുണ്ട്. ഞാൻ പുറകെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പുറകെ പോവുക, എല്ലാം കണ്ട്. എല്ലാവരുടെ കയ്യിലും ആ ഒരു ട്രോളി പോലത്തെ സാധനമുണ്ട്. ചിലവരുടെ കയ്യിൽ ഇച്ചിരി വലിയ പോലത്തെ വണ്ടികളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ത്രാസുണ്ട്, ഡിജിറ്റൽ പോലത്തെ. അതിനകത്തിട്ട് സാധനം വെക്കുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ വെജിറ്റബിൾ, അത് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ബില്ല് തരും. ഇപ്പോൾ ഏത് സാധനമാണോ, ഇപ്പം പച്ചമുളകാണെങ്കിൽ അതിൻ്റെ റേറ്റ് ആ തൂക്കത്തിനനുസരിച്ച് നമുക്ക് ബില്ലടിച്ച് തരും. പിന്നെ പച്ചക്കറികൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ പൊട്ടാറ്റോ, അതുപോലെ തന്നെ ഒനിയൻ, പിന്നെ ഗ്രീൻ ചില്ലി, അങ്ങനെയുള്ളതെല്ലാം. ഈ സെക്ഷൻ മൊത്തം ബീഫ്, ചിക്കൻ, അതുപോലെ തന്നെ പോർക്ക്, മട്ടൻ, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇത് ഫുള്ള്. അപ്പം എനിക്കിതിൽ നിന്ന് ഒന്നും ഇപ്പം വേണ്ട. ഞാനിപ്പം ബീഫ് എടുക്കുന്നുണ്ട്. കാരണം എല്ലാം തീർന്നിരിക്കുക, റൂമിലിപ്പം ഒന്നുമില്ല. അപ്പം നല്ല ബീഫ് കിട്ടും ഇവിടെ. അപ്പം
ഞാൻ മുന്നേ മേടിച്ചായിരുന്നു, ഒരു വട്ടം കുക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നല്ല ബീഫ്, അടിപൊളി ബീഫാണ് ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ, 48 ലീ, 100 ഗ്രാമിന് 3.3 89 പൈസയാണ് 100 ഗ്രാമിന്. അപ്പം വെയിറ്റ് അനുസരിച്ചായിരിക്കും. അതിപ്പം ഒരു ബോക്സാക്കി അവർ തൂക്കി വെച്ചിരിക്കുക. 25 ലീ, 24 ലീ അത്രയൊക്കെ ആവും. പിന്നെ എല്ലാം നല്ല ക്വാളിറ്റിയാണ്, നല്ല ഫ്രഷായിട്ട് ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം, കുക്ക് ചെയ്യാം. പിന്നെ ഇതൊക്കെ പോർക്കൊക്കെയാണ്, നാട്ടിലെ പന്നിയിറച്ചിയാണ്. അപ്പം അത് തന്നെ പല രീതിയിൽ അതിൻ്റെ പല പാർട്സായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പാർട്സ് എടുക്കാം, ചെസ്റ്റ്, വിങ്സ്, അങ്ങനെ അതിൻ്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പോർക്ക് എനിക്ക് വലിയ താല്പര്യമില്ല, പോർക്ക് അതുകൊണ്ട് എടുക്കുന്നില്ല. പിന്നെ പോർക്കിൻ്റെ ഐറ്റംസ് തന്നെ പല കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതും നമുക്ക് മേടിക്കാം, അതിന് റേറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പോർക്കിൻ്റെ ഒക്കെ ഐറ്റംസ് കുക്ക് ചെയ്ത് ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ ഫുഡുകളൊന്നും നമ്മൾ മേടിക്കുന്നില്ല. അതൊന്നും നമുക്കങ്ങനെ സുഖിക്കണമെന്നില്ല കഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് സാധനങ്ങൾ മേടിക്കുക, കുക്ക് ചെയ്ത് കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എരിയും അങ്ങനെയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാമല്ലോ. ഇതെല്ലാം ഓരോ ഫുഡുകളാണ്, ഇവിടുത്തെ ഫുഡുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതാണ് എൻ്റെ ബോസ്. അപ്പോൾ ഞാനീ ഒരു ബീഫ് എടുക്കുന്നുണ്ട്, 22 ലീ ആവും, 1 കിലോ അടുപ്പിച്ച് വരും. അപ്പോൾ അത് നമുക്ക് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. റൂമിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ഫ്രഷ് ബീഫാണ് കേട്ടോ, 22 ലീ ആവും. അപ്പോൾ ഞാൻ 2 നോക്കുന്നുണ്ട്, ഒരു 2 ബോക്സ് നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേടിക്കുന്ന സാധനം നമ്മൾ ഒരു മാസത്തേക്കൊക്കെ യൂസ് ചെയ്യും. ഒരു മാസം, ചിലപ്പോൾ ഒരു 2 ആഴ്ച നമ്മൾ വെച്ച് കഴിക്കുന്ന കണക്കിരിക്കും. അപ്പം എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നല്ല ഏതാണ് ബീഫ്. പല രീതിയിലായതുകൊണ്ട് അതിൻ്റെ മീറ്റുകൾ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. ഇതൊരു ഫിഷിൻ്റെ ഇതാണ്, ഒരു സെല്ല് ചെയ്യുന്നതാണ്. ഇത് ഫിഷ് നമുക്ക് ആവശ്യമുള്ള മീനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം, അവർ പിടിച്ച് തരും അതിനകത്തുനിന്ന്. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ആളുകളൊക്കെ നോക്കുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. ഇപ്പം 2 something ലീ ആണ് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച്. ഇതിൻ്റെ മീനിൻ്റെ പേരെനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു മീൻ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പാർലറാണ്, ഒരു ബിയർ പാർലറാണ്. അപ്പം ബിയറിൻ്റെ തന്നെ പല സെക്ഷനുണ്ട്, പല പേരിലുള്ള ബിയറുണ്ട്. നല്ല ഭംഗിയായിട്ട് എല്ലാം അടുക്കി സെറ്റാക്കി വെച്ചിരിക്കുക. ആവശ്യമുള്ളവർ അതിനകത്തുനിന്ന് വേണ്ട സാധനം എടുക്കുക, കൊണ്ട് ബില്ലടിക്കുക. അത് അപ്പം ഞാനിതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ, ഒന്നും എടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലിക്കറും ഉണ്ട്. വൈൻ മോഡലാണ് കേട്ടോ, ലിക്കറല്ല ശരിക്കും. ലിക്കറും ഉണ്ട്, അതുപോലെ തന്നെ വൈനും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഓരോ സെക്ഷനായിട്ട് വെച്ചിരിക്കുകയാണ്.
നമ്മുടെ നാട്ടിലെ ചാളയാണ് കേട്ടോ, ചാള. അപ്പം ഞാൻ കുറേ തപ്പി കണ്ടുപിടിച്ചതാണ്. അപ്പം ഇതൊരു ബോക്സ്, ഇത് കുറച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിക്കുന്നില്ല. കാരണം നമ്മൾ അക്കോമഡേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിവിടെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ആവും, അതിൻ്റെ ചെതമ്പലും അതിൻ്റെ വേസ്റ്റൊക്കെ വന്നിട്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഇപ്പം നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളിയിറങ്ങാം, ഇനി പോവുക. സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ റൊമാനിയയിലേക്ക് വരാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ഇനിയുണ്ട്. അതുപോലെ തന്നെ എവിഗേറ്റ് സൊല്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് വരാനും പറ്റും. അവരുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഇവിടെ ഉണ്ടാകും. അപ്പം ഞാനിവിടെ വന്നിട്ടും എനിക്ക് അവരെ ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, ഇനി റൂമിലോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ മേടിച്ച സാധനങ്ങൾ കൊണ്ടുപോവുക, അത് കുക്ക് ചെയ്യുക, കഴിക്കുക. അപ്പോൾ സൺഡേ ഹാപ്പി ഡേ.